യാത്രയിൽ ഇടുക്കി ഡാമിന്റെ ചരിത്രവും ചെമ്പൻ കൊലുമ്പന്റെ കഥയും ബോട്ടിങ്ങിന്റെ മനോഹര അനുഭവവും ക്യാമറയിൽ പകർത്തിയ പ്രകൃതിയുടെ അപൂർവ ദൃശ്യങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് പോകുന്നത്. ഇടുക്കി ഡാമിന്റെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ചെമ്പൻ കൊലുമ്പൻ. വനത്തിന്റെ മകനായ ഈ ഊരാളി ഗോത്രമൂപ്പൻ കുറവൻ കുറത്തി മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാറിന്റെ അപൂർവമായ സ്ഥലം ഉദ്യോഗസ്ഥർക്ക് കാണിച്ചുകൊടുത്തു. ആ കണ്ടെത്തലാണ് പിന്നീട് കേരളത്തിന്റെ അഭിമാനമായ ഇടുക്കി ഡാമിന്റെ ജനനത്തിന് വഴിയൊരുക്കിയത്. ഇന്ന് ചെറുതോണിക്ക് സമീപമുള്ള കൊലുമ്പൻ സ്മാരകം അദ്ദേഹത്തിന്റെ മഹത്തായ സേവനത്തിന്റെ നിശബ്ദ സാക്ഷിയായി നിലകൊള്ളുന്നു. ചെമ്പൻ കൊലുമ്പൻ സ്മാരകത്തിലെത്തുന്ന പലരും ഒരു ചെറിയ ദക്ഷിണ സമർപ്പിക്കുന്നത് കാണാം. ഇത് നിർബന്ധമായൊരു ചടങ്ങല്ല. ഇടുക്കി ഡാമിന്റെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച ചെമ്പൻ കൊലുമ്പനോടുള്ള ആദരസൂചകമായാണ് ഈ ആചാരം രൂപപ്പെട്ടതെന്നാണ് പ്രാദേശികരുടെ വിശ്വാസം. യാത്ര സുരക്ഷിതമാകട്ടെയെന്നും നല്ല കാര്യങ്ങൾ നടക്കട്ടെയെന്നും പ്രാർത്ഥിച്ചാണ് പലരും ഇവിടെ ദക്ഷിണ വയ്ക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലവൈദ്യുത പദ്ധതികളിലൊന്നാണ് ഇടുക്കി ഡാം. പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാം രണ്ട് കൂറ്റൻ പാറമലകളായ കുറവൻമലയും കുറത്തിമലയും തമ്മിൽ തലയുയർത്തി നിൽക്കുന്ന ലോകപ്രശസ്തമായ ഒരു ആർച്ച് ഡാമാണ്. 1973 ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായി. തുടർന്ന് 1976 ജലവൈദ്യുത ഉൽപ്പാദനം ആരംഭിച്ചു. ഏകദേശം 550 അടി 168.9 മീറ്റർ ഉയരമുള്ള ഈ ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് ഡാമും ഏഷ്യയിലെ പ്രധാന ആർച്ച് ഡാമുകളിൽ ഒന്നുമാണ്. ഇടുക്കി വൈദ്യുത പദ്ധതിയുടെ ഭാഗമായി 3 പ്രധാന ഡാമുകളാണ് പ്രവർത്തിക്കുന്നത്: ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. ഈ 3 ഡാമുകളും ചേർന്നാണ് വിശാലമായ ഇടുക്കി ജലാശയം രൂപപ്പെടുന്നത്. ഇടുക്കി ഡാമിന് സമീപമുള്ള ജലാശയത്തിൽ വിനോദസഞ്ചാരികൾക്കായി ബോട്ടിംഗ് സൗകര്യമുണ്ട്. മലനിരകളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ജലാശയത്തിലൂടെ നടത്തുന്ന ഈ യാത്ര പ്രകൃതിയുടെ സൗന്ദര്യം അടുത്തറിയാൻ മികച്ച അവസരമാണ്. ബോട്ടിങ്ങിനിടെ കാണാൻ കഴിയുന്നത് പച്ച പുതച്ച മലനിരകൾ, വിശാലമായ ജലാശയത്തിന്റെ മനോഹര കാഴ്ചകൾ, ശുദ്ധവായുവും ശാന്തമായ അന്തരീക്ഷവും, മഴക്കാലത്തും ശൈത്യകാലത്തും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ. കുടുംബസമേതവും സുഹൃത്തുക്കളോടൊപ്പവും സമയം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണിത്. ജലാശയത്തിന്റെ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളത്തിൽ മലകളുടെയും മരങ്ങളുടെയും പ്രതിബിംബം കാണുമ്പോൾ ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്താൻ തോന്നും. മഴക്കാലമാണെങ്കിൽ മലഞ്ചെരിവുകളിലൂടെ ഒഴുകിയെത്തുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗി കൂട്ടും.
ഇടുക്കി ഡാം നിർമ്മിക്കാനുള്ള ആശയം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ടു വന്നിരുന്നു. പിന്നീട് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ഈ പദ്ധതി ഏറ്റെടുത്ത് കാനഡയുടെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കുറവൻ മലയും കുറത്തിമലയും തമ്മിലുള്ള സ്വാഭാവിക ഭൂപ്രകൃതി ആർച്ച് ഡാം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായതിനാലാണ് ഈ സ്ഥലം തെരഞ്ഞെടുത്തത്. ഇന്ന് കേരളത്തിന്റെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഈ പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജലാശയങ്ങളിലൊന്നായ ഇടുക്കി ഡാമിന്റെ ഹൃദയത്തിലേക്കാണ്. ഈ ബോട്ട് യാത്ര ഒരു സാധാരണ യാത്രയല്ല, പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ ഒഴുകുന്ന ഒരനുഭവമാണ്. ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ 3 മലകൾക്കിടയിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ലോകപ്രശസ്തമായ ഇടുക്കി ആർച്ച് ഡാമിന്റെ വിസ്മയകരമായ കാഴ്ചയും ആസ്വദിക്കാം. ഡാമിന്റെ വലിപ്പവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതി ഭംഗിയും ഒരുമിച്ച് കാണുമ്പോൾ യാത്ര കൂടുതൽ അവിസ്മരണീയമാകുന്നു. ഈ യാത്രയുടെ ഓരോ നിമിഷവും മനസ്സിലെന്നും സൂക്ഷിക്കാവുന്ന ഓർമ്മകളാണ്. നിങ്ങൾ ഇടുക്കിയിലെത്തുകയാണെങ്കിൽ ഈ ബോട്ടിംഗ് അനുഭവം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത്തരം മനോഹരമായ യാത്രകളും കാഴ്ചകളും കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും മറക്കല്ലേ. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. നന്ദി.